NSS നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം തുടരും. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പെരുന്നയിലെത്തിയേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അകൽച്ച അവസാനിപ്പിക്കാനാണ് നീക്കം. രാഷ്ട്രീയമായി LDFനെ എതിർക്കുന്നവർ പോലും മൂന്നാം പിണറായി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണെന്ന് CPM പ്രതികരിച്ചു. തിടുക്കപ്പെട്ട NSSുമായി അനുനയ ശ്രമം വേണ്ടെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ CPM ഇത് രാഷ്ട്രീയ പ്രചരണമാക്കുന്നത് തടയാനാണ് കോൺഗ്രസ് ശ്രമം. തിരുവഞ്ചൂർ, PJ കുര്യൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ സുകുമാരൻ നായരെ സന്ദർശിച്ചിരുന്നു. നീരസം നേതാക്കളെ അറിയിച്ച NSS നേതൃത്വവുമായി ബന്ധം ഊഷ്മളമാക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. പ്രിയങ്ക ഗാന്ധി അടക്കം പെരുന്നയിലെത്തിക്കാനുള്ള നീക്കമാണ് KPCC നേതൃത്വം നടത്തുന്നത്. സാമുദായിക സംഘടനകളും വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിലുള്ളവരും LDFന്റെ മൂന്നാം വരവിനെ സ്വാഗതം ചെയ്യുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായിയുടെ നേതൃത്വത്തിൽ പുതിയ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ടേമിലേക്കുള്ള യാത്രയുടെ പടിവാതിക്കലാണ് നമ്മളുള്ളത്. സ്വാഗതമരുളുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. G. സുകുമാരൻ നായർക്കെതിരെ ഇന്നും പ്രതിഷേധ ബാനർ ഉയർന്നു. തിരുവനന്തപുരം കുര്യാത്തിക്കര യോഗം വനിതാ കൂട്ടായ്മയുടെ പേരിലാണ് ബാനർ. കപട ഭരണകൂടത്തിന് പിന്തുണ നൽകാൻ വേണ്ടിയായിരുന്നു 2018 നാമജപ പ്രതിഷേധത്തിന് വീട്ടമ്മമാരെ തെരുവിലിറക്കിയതെന്നാണ് ബാനറിലെ വിമർശനം. മീഡിയ 1 കോട്ടയം.